ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കുന്നത് റവയും പഞ്ചസാരയും മുട്ടയും ചേർത്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി സംഭവമാണിത്. നമുക്ക് ചായ തിളക്കുന്ന ടൈം കൊണ്ട് തന്നെ ഇത് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് 1 കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര, പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി വലിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ 1 മുട്ട മതി. പിന്നെ വേണ്ടത് കുറച്ച് ഏലക്കാപ്പൊടിയാണ്. നമുക്കിത് വേണ്ടത് എണ്ണയാണ്. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാൻ ഏത് ഓയിലാണെങ്കിലും ഉപയോഗിക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഫസ്റ്റ് റവ ഇട്ട് കൊടുക്കാം. ഞാനിതിക്ക് 2 മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നമുക്കിത് ചെറിയ ഉരുളകളാക്കി ഇങ്ങനെ എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാനാണ് ചെറിയ ഉരുളനാക്കി എടുക്കുന്നത്. കാരണം നമ്മളിത് എണ്ണയ്ക്ക് ഇടുമ്പോൾ റവ ആയതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആകും. അപ്പോൾ പിന്നെ ഉള്ളു വേവില്ല. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഉരുളയാക്കിയിട്ട് നമുക്കിത് ഉണ്ടാക്കി വെച്ചിട്ട് ഒന്നായിട്ട് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി അപ്പോൾ നമുക്ക് ഉണ്ടാക്കി വെച്ചത് ഇങ്ങനെ പൊരിച്ചെടുക്കാം. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് പൊരിച്ചാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിയാണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഇട്ടത് ആയതും പിന്നെ ഇട്ടത് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് കളറ് മാറും. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുത്താൽ മതി. നമുക്കിത് പോരാ. അപ്പോൾ മുഴുവനായിട്ടും പൊരിച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല വെന്ത് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.